ആലുവ നഗരമധ്യത്തിലെ ഏതാനും വീടുകളോട് ചേർന്നുള്ള ഒരു കൂറ്റൻ മതിൽ ചരിഞ്ഞു നിൽക്കുകയാണ്. മദ്രാസ ലൈനിൽ 25 അടി ഉയരമുള്ള മതിലാണ് ചരിഞ്ഞത്. 4 കുടുംബങ്ങളെ ഇതുമൂലം അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ആലുവ നഗരമധ്യത്തോട് ചേർന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെ ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇന്നലെ ഏകദേശം ഒരു 8 മണിയോടുകൂടി തന്നെ മഴയുണ്ടായിരുന്നു. 9 മണിയോടുകൂടി തന്നെ മഴ കനക്കുകയായിരുന്നു. അങ്ങനെ 8 മണിയോടുകൂടി തന്നെ പയ്യെ ആണോ ഈ മതിൽ ഇടിഞ്ഞ് ഏകദേശം 10 മണിയോടുകൂടി തന്നെ ഈ കാണുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നാണ് പറയുന്നത്. നിലവിൽ ഈ മതിൽ 4 വീടുകൾക്കാണ് ഭീഷണിയായി നിൽക്കുന്നത്. ഈ 4 വീട്ടുകാരെയും ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുമുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ മുകളിൽ ഒരു 2 നില വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയാണ്. അതിനോട് ചേർന്നുള്ള ഒരു മതിലാണ് ഏകദേശം 20 മുകളിൽ ഏകദേശം ഒരു 25 അടിയോളം ഉയരമുള്ള ഒരു മതിലാണ് ഇത്. ഇപ്പോൾ ഈ വസ്തുവും ഈ വീടും വാങ്ങിയ ഈ ഉടമസ്ഥൻ ഇപ്പോൾ വിദേശത്താണ്. പക്ഷേ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ആളുകളുടെ അടുത്ത് പലകുറി ഈ നാട്ടുകാർ പറഞ്ഞതായിരുന്നു ഇതിന് ബലക്ഷയമുണ്ട്, നിങ്ങൾ ഇത്തരത്തിൽ ഈ മതിലിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുത് എന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഇവരെ ഭീഷണിപ്പെടുത്തുകയും മറ്റുമുണ്ടായി. അതിനുശേഷമാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥനാണ് നമുക്കൊപ്പം ചേരുന്നത്. എത്ര മണിയോടുകൂടി തന്നെയായിരുന്നു ഇന്നലെ ഒരു 8 മണിയോടുകൂടിയായിരുന്നു ആദ്യം ഒരു ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ട് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മുകളിൽ നിന്ന് ആദ്യം ഹോളോ ബ്രിക്സ് നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് വീഴുകയാണ്. അപ്പോൾ എൻ്റെ വാപ്പയും ഉമ്മയും ഇവിടെ ഒറ്റക്കാണ് താമസിച്ചത്. ഞാൻ അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പുറത്ത് എൻ്റെ വാപ്പയുടെ ചേട്ടനും അവരുടെ കുടുംബം ഉണ്ടായി, അവരെയും പുറത്തേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞ് വാർഡ് കൗൺസിലറെ നമ്മൾ വിവരം അറിയിച്ചു. അതിനനുസരിച്ച് റെസ്ക്യൂ ടീമിനെയും പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ച് അവരും എല്ലാവരും കൂടി വന്നു. ഇവിടുന്ന് ഒരു 4 വീട്ടുകാരെ ഞങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിച്ചു. അവർ പറഞ്ഞ് ഇനി ഇവിടെ നിൽക്കരുത്, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല, നല്ല തള്ളു വരാൻ ചാൻസ് ഉണ്ട്. അതും പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഇന്നലെ രാത്രി ഇവിടുന്ന് ഒഴിപ്പിച്ചു. കാര്യമായ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. വീട് വിണ്ടിട്ടുണ്ട്, ആ സൈഡ് വിണ്ടിട്ടുണ്ട്, മുകളിലും ടോപ്പും വിണ്ട് കിടക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ താമസിക്കാനുള്ള ഇത് പറ്റില്ല ഇവിടെ. അതുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് മാറാനുള്ള ഒരു ഇത് കൗൺസിലറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ മാറുകയാണ്. ഈ സമയത്ത് പോലും ഇവിടെ നിൽക്കുന്നത് വളരെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. ഒട്ടും സുരക്ഷിതമല്ല ഈ ഒരു ഭാഗത്തേക്ക് നിൽക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ മഴയ്ക്കൊരു നേരിയ ശമനമുണ്ട്. ഇനിയും മഴ കനത്താൽ ഇനിയും ഈ ഭിത്തി തകർന്ന് വീഴാനുള്ള സാധ്യതകളേറെയാണ്. അതിലും അധികൃതരെയൊക്കെ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി മേൽക്കൊണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം സ്നേഹ മോൽ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.